ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലൈൻ എ ബി 12 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. 12 സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന ലൈൻ വരയ്ക്കുക. മാർക്ക് സി ഓൺ ഇറ്റ് സച്ച് ദാറ്റ് എ സി ഈസ് 2/3 ഓഫ് എ ബി. അതിൽ സി എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. ചെയ്യേണ്ടത് എങ്ങനെയാണ്? എ സി ഈസ്, അതായത് എയിൽ നിന്നും സിയിലേക്കുള്ള ലെങ്ത് 2/3 ഓഫ് എ ബി ആയിരിക്കണം. എ സിയുടെ ലെങ്ത് 2/3 ഓഫ് എ ബി. എ ബി എന്നുള്ളത് 12 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. ആ 12ൻ്റെ 3/2 ഭാഗമായിരിക്കണം എ സിയുടെ ലെങ്ത്ത്. 12ൻ്റെ 3/2 കണ്ടുപിടിക്കുക. 12 × 2/3 ചെയ്ത് കഴിഞ്ഞാൽ 24/3 = 8 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. ഇത് എ സിയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ. ഇനി മാർക്ക് ഡി സച്ച് ദാറ്റ് എ ഡി ഈസ് 1/4 ഓഫ് എ സി. ഇനി ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? 1/4 ഓഫ് എ സി. എ സി നമുക്കിപ്പോൾ കിട്ടിയത് 8 സെൻറ്റിമീറ്റർ ആണെന്ന്. ആ 8 സെൻറ്റിമീറ്ററിൻ്റെ 4/1 ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 8 × 1/4 = 2 സെൻറ്റിമീറ്റർ എന്ന് വരും. അതായത് എയിൽ നിന്നും ഡിയിലേക്കുള്ള ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? നോക്കുക, എ ഡിയുടെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. എ ബി 12 സെൻറ്റിമീറ്റർ ആണ്. 2 12 ആകണമെങ്കിൽ 2വിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കുക. 2വിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 ആകുക. അപ്പോൾ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/6. 1/6 ഓഫ് എ ബി ഈസ് എ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ 2 മീറ്റർ ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. 2 മീറ്റർ നീളമുള്ള ഒരു കയറ് 5 ഈക്വൽ പീസസ് ആക്കിയിട്ടുണ്ട്. 5 തുല്യ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ്? ഒരു പീസിൻ്റെ 3/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 മീറ്റർ നീളമുള്ള കയറായിരുന്നു, അതിന് 5 തുല്യ ഭാഗങ്ങളാക്കി എന്ന് പറയുമ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത്ത് 2/5 മീറ്റർ. ഇനി ആ 2/5 മീറ്ററിൻ്റെ ആ ഒരു പീസിൻ്റെ 3/4 എന്ന് പറയുമ്പോൾ 3/4 കാണാം. 2/5 × 3/4 അത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ ലഭിക്കുന്നത് 6/20 എന്ന് ലഭിക്കും. 6/20 എന്നുള്ളത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, മുകളിലും താഴെയുമുള്ള നമ്പർ 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് നമുക്ക് ആ നമ്പറിനെ ഒന്നുകൂടെ ചെറുതാക്കാം. അപ്പോൾ 6/20 = 3/10 മീറ്റർ എന്നെഴുതാം. ഇനി അതിനെ സെൻറ്റിമീറ്ററിലേക്കും കൂടെ മാറ്റാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3/10 മീറ്റർ ആണ്. അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3/10 × 100 = 30 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, 3 liters ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 4 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്. 3 ലിറ്റർ വെള്ളം 4 ഒരുപോലെയുള്ള കുപ്പികളിൽ നിറച്ചു. 3 ലിറ്റർ വെള്ളമാണുള്ളത്, ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറയ്ക്കുന്നു. അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയായിരിക്കും? 3/4 ലിറ്റർ ആയിരിക്കും. 1 ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു ഫിൽ 5 ഐഡൻറ്റിക്കൽ കപ്സ്. അതിൽ ഒരു ബോട്ടിലെ അളവ് നമ്മളിപ്പോൾ പറഞ്ഞു 3/4 ലിറ്റർ, 3/4 ലിറ്റർ ആയിരിക്കും. അതിനെ 5 കപ്പിലേക്കാണ്, 5 ഒരുപോലെയുള്ള കപ്പിലേക്കാണ് ഒഴിക്കുന്നത് ആ വെള്ളത്തിന്. അപ്പോൾ ഒരു കപ്പിലുള്ളത് എത്രയായിരിക്കും? 1/5 ആയിരിക്കും. 1/5 ഓഫ് 3/4 ലിറ്റർ ആയിരിക്കും അല്ലേ? 3/4 ലിറ്ററാണ് ഒരു ബോട്ടിലുള്ള വെള്ളം, അതിൻ്റെ 1/5 ഭാഗമാണ് ഒരു കപ്പിലുള്ളത്. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 1/5 × 3/4 ചെയ്ത് കഴിയുമ്പോൾ 3/20 എന്ന് ലഭിക്കും. 3/20 ലിറ്റർ എന്ന് ലഭിക്കും. ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഈസ് ദിസ്? അത് എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ 3/20 ലിറ്റർ എന്നാണ്. അതിനെ നമുക്ക് മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. മില്ലി ലിറ്ററിലേക്ക് മാറ്റാനായിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3/20 × 1000 = 150 മില്ലി ലിറ്റർ എന്ന് ലഭിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ 5 കിലോഗ്രാം പംകിൻ ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. 5 കിലോ മത്തങ്ങ 5 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഒരു പീസ് എന്നുള്ളത് എത്രയായിരിക്കും? 1 കിലോഗ്രാം. 5 കിലോ 5 തുല്യ ഭാഗങ്ങളാക്കി, 5 ഈക്വൽ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് 1 കിലോ ആയിരിക്കും. ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻ ടു 2. ഓരോ പീസും വീണ്ടും പകുതിയാക്കി എന്ന് പറയുമ്പോൾ
1 കിലോയാണ് ഒരു പീസ്, ഇതിന് പകുതിയാക്കുമ്പോൾ 1/2 കിലോഗ്രാം. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 1/2 കിലോഗ്രാം. ഹൗ മെനി ഗ്രാംസ് ഈസ് ദിസ്? അത് എത്ര ഗ്രാം ആണെന്ന്. 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 500 ഗ്രാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. 4 ക്വസ്റ്റ്യനും നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഇത് മുകളിലെ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിൽ, താഴത്തത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതുക.